മാന്യമഹാജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം. ഇതാ ഒരു വീഡിയോ ഇട്ട് പോയതാണ്, പിന്നെയും ബൈക്കേ വന്നില്ലല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടാവും. വടായിയാണ് നമ്മുടെ ചാനലിലൂടെ പറയുന്നതെന്നൊക്കെ പലരും ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ വടായി അല്ല, സത്യമായിട്ടുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പറയുന്ന നിങ്ങളൊരു വടായിയാണെന്ന് വിചാരിക്കും, പക്ഷെ വടായി അല്ല, സത്യമാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് വെച്ച് അല്ല എന്തൊരു പരിപാടിയാണ് ഈ കാണിക്കണത്, നമ്മളിങ്ങനെ എന്തൊരു ചാനൽ വരുന്നുണ്ട്, അതിനകത്ത് കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവും. ഇഷ്യൂസ് മീൻസ് നമ്മളത് പ്രൊഡക്റ്റ് ചെയ്യുന്ന എന്താ വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള കുറച്ച് ഇഷ്യൂസൊക്കെ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ചില ചർച്ചകളുണ്ടാവും. ദേശീയ തലത്തിൽ ഇന്റർനാഷണൽ തലത്തിലൊക്കെ എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഒന്നും കണ്ടില്ല. ഞാൻ അല്ല സാഹിബ്, അത് വേറൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ ഓരോ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓട്ടത്തിലായിരുന്നു. കാരണം അറിയാലോ, ബഹുമാനപ്പെട്ട നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അദ്ദേഹത്തിനൊരു നോബൽ സമ്മാനം വേണമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമാധാനത്തിനുള്ളതാണ്. ഞാൻ സമാധാനമായിട്ടിരിക്കും, നമുക്ക് എന്തെങ്കിലും ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളും കൂടി അതിലൊന്ന് ഇടപെടണം. കാരണം ഈ യുദ്ധങ്ങൾ നാലുപാട് നടക്കുന്നതിൻ്റെ അടുക്ക് ഒരാൾക്കൊരു സമാധാനത്തിനുള്ള എന്തെങ്കിലും ഒന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു സമാധാനമല്ലേ. മനുഷ്യനോട് തന്നെ ഇങ്ങനെ വല്ലാത്ത ക്രൂരത ചെയ്യുന്നൊരു കാലഘട്ടമാണ്. അത് വലിയ ചർച്ചയാണ്. ഇവരുള്ള ആൾക്കാർ നടത്തേണ്ട കാര്യം. പിന്നെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഉള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ്, ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം സമാധാനത്തിനുള്ള അതെങ്ങനെയും കിട്ടാൻ നിങ്ങളും കൂടെ നിൽക്കണം, കൂടെ ഉണ്ടാവണം. ഞാൻ അതിൻ്റെ പരിപാടീൻ്റെ പുറത്താണ്. അതാ ഓരോ തിരക്കായി പോകുന്നത്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ പലരും വിളിച്ചിട്ട് പല ആവശ്യങ്ങളാണ്. അപ്പോൾ എന്തായാലും മൂപ്പര സമാധാനത്തിലുള്ള നോബൽ സമ്മാനം റെഡിയാക്കിയിട്ട് നമുക്ക് അടുത്ത തവണ കാണാം.